നമ്മളിന്ന് എവിടെ പോകുന്നത്? മീനാക്ഷി അമ്മൻ കോവിൽ, മധുര മീനാക്ഷി അമ്മൻ. മധുര മീനാക്ഷി അമ്മൻ. ആദ്യമായിട്ടല്ലേ പോകുന്നത്? അല്ല, ഞാൻ രണ്ടാമത്. എൻ്റെ ഫസ്റ്റ് ടൈം. ലെറ്റ്സ് ഗോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയുമായിട്ട് AC കോച്ച് യാത്ര. ഒരുപക്ഷെ AC-ലിരുന്ന് ശീലമില്ലാത്ത അമ്മയ്ക്ക് ഇതൊരു ആദ്യത്തെ അനുഭവം തന്നെയായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾക്ക് 2 ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മധുര മീനാക്ഷി അമ്മൻ കോവിൽ ക്ഷേത്ര ദർശനവും മറ്റൊന്ന് വകയിലൊരു ബന്ധുവിൻ്റെ കല്യാണം കൂടലും. ഈ ബുക്കും പിടിച്ചുള്ള വായന കണ്ടാൽ തോന്നും അമ്മ സ്ഥിരം AC കോച്ച് യാത്ര എന്നൊരു വ്യക്തിയാണെന്ന്. അമ്മ വായിക്കുന്ന ഈ ബുക്കിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യ സൂര്യയെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു ബുക്ക് സ്റ്റോളിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് അവൾ എനിക്കൊരു ബുക്ക് സമ്മാനിച്ചായിരുന്നു. തിരിച്ച് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ ആവശ്യപ്പെട്ടത് ഈ മഞ്ഞ് എന്ന പുസ്തകമായിരുന്നു. AC എന്ന് കേട്ടാൽ തണുത്ത് വിറയ്ക്കുമെന്ന് മേടിച്ച അമ്മ ഈ AC ട്രെയിനിൽ നിന്നിട്ട് AC ഉള്ളത് കൊണ്ടുവന്നു. ട്രെയിൻ ഇറങ്ങിയ പാട് കിട്ടിയ ഊബർ ബുക്ക് ചെയ്ത് നേരെ വിജയ് ഹോട്ടലിലേക്കാണ് എത്തിയത്. ഇവിടുത്തെ ഹോട്ടലിലെ തുണികളെല്ലാം വളരെയധികം മോശം തന്നെയായിരുന്നു. അവരോട് പറഞ്ഞിട്ട് പോലും ഒരു 2-ാമത്തെ തുണി അതിനും വളരെ മോശമായിരുന്നു. ഫ്രഷായ ഉടനെ നേരെ എത്തിയത് കല്യാണത്തിന് തലേന്നുള്ള റിസപ്ഷൻ കൂടാനായിരുന്നു. മാമനാണ് ഞങ്ങൾ നേരെ വിളിച്ചുകൊണ്ട് പോയത് ഊട്ടുകയിലേക്ക്. ആദ്യമായാണ് മധുരയിൽ തലേന്നുള്ള റിസപ്ഷൻ കൂടുതലാണെങ്കിൽ ക്യാരറ്റ് ഹൽവ, സലാഡ്, ചട്നി, കുഴിപ്പനിയാരം, ചപ്പാത്തി, ചന്ന മസാല, വിവിധ ഇനം ദോശകൾ. അങ്ങനെ രാത്രിത്തെ ഭക്ഷണം വളരെ നന്നായിരുന്നു. റൂമിലെത്തിയ പാടെ ഞാനും അമ്മയും ഉറങ്ങി. വെളുപ്പാൻ രാവിലെ 4 മണിക്ക് പോകണമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അല്പം ലേറ്റായിരുന്നു. എന്നിരുന്നാലും പ്ലാൻ മിസ് ചെയ്യാതെ നേരെ മുന്നോട്ട്. അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും ബാഗുകളും സെക്യൂരിറ്റി ഏൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് വളവണമെന്ന് പറഞ്ഞില്ലേ? യാത്രയിൽ പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു തിരിച്ചു പോകുമ്പോൾ അമ്പലത്തിൽ നിന്നും വള വാങ്ങിച്ചിട്ട് പോകുക എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടപ്പോൾ തൊട്ട് ഉള്ളിൽ കൂടിയ ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഇതേപോലെ അമ്പലത്തിന് മുന്നിൽ വെച്ച് പൂജ കൂടി കൊടുക്കുക എന്നുള്ളത്. അതെന്തായാലും ഇന്ന് സാധിച്ചു. പേരറിയാത്തൊരു ചങ്ങാടയിൽ മൊബൈൽ കൊടുത്തിട്ടാണ് എനിക്കൊരു വീഡിയോ എടുത്ത് തരുമോയെന്ന് ചോദിച്ചത്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എടുത്ത വീഡിയോ വളരെ മനോഹരമായിരുന്നു. അമ്പലത്തിനുള്ളിൽ കയറാൻ നേരത്ത് നമുക്ക് ഒരു ചെറിയ കൂടെയും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ അതെല്ലാം വാങ്ങിച്ച് പകരം ഒരു കവറിലാക്കി നമ്മൾ വന്നു വിടുന്നത്. എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ എങ്ങനെയാണ് എന്നൊരു കവർ നൽകി. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ലൊരു കട കണ്ടുപിടിക്കുന്നതാണ്. യൂട്യൂബ് ഇൻസ്റ്റയും വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പ് കണ്ടെത്തി. എൻ്റെ മോൻ എന്നെ പൊന്നുപോലെ കൊണ്ടു. ഞങ്ങൾ രാവിലെ കല്യാണം കൂടാൻ പോയ ദയാമഹലിൻ്റെ അടുത്താണ് ദയാമതി മാറിൻ്റെ. അമ്മ എന്താ വീടമ്മ? ഓ സൂപ്പർ. കല്യാണം കഴിക്കാൻ പോണ താലി ഒരു തട്ടത്തിൽ വെച്ച് എല്ലാവരും തൊട്ട് ആശീർവദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. തമിഴ് വിശ്വകർമ്മജരായ ഞങ്ങളുടെ കല്യാണം പൊതുവെ ബ്രാഹ്മിൺസ് കല്യാണത്തോട് സമാനമായതാണ്. കല്യാണത്തിന് ശേഷം അമ്മയും മെതിച്ച് മെഞ്ചിയിടുന്നൊരു ചടങ്ങാണത്. നമ്മുടെ നാട്ടിലെ സദ്യ തുടങ്ങുന്നത് പരിപ്പും പപ്പടവും പായസവുമാണെങ്കിൽ ഇവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മഷ്റൂം ബിരിയാണിയും ചോറും പിന്നെ അതിലൽപ്പം നെയ്യ് ഒഴിച്ചിട്ട് ഒരു ചെറിയ പൊടിയൊക്കെ ഇടാറുണ്ട്, ദോശപ്പൊടി കൊണ്ടിട്ട്. ആദ്യമായിട്ടാണ് ഇതിനകത്ത് എക്സ്പീരിയൻസ്. പിന്നെ അതിൽ സാമ്പാർ, എങ്ങനെയുണ്ട്? ഇവിടെ നായിക